പരിശുദ്ധ ദൈവമാതാവ് ഒരു ബാലികയായി ജെറുസലേം ദേവാലയത്തിൽ വളർന്നു വരികയായിരുന്നു. പ്രാർത്ഥനയും ആരാധനയും ദൈവഭക്തിയും നിറഞ്ഞ ആ വിശുദ്ധാന്തരീക്ഷത്തിൽ അവൾ തൻ്റെ ജീവിതം രൂപപ്പെടുത്തി. ദേവാലയത്തോട് ചേർന്ന് ജീവിച്ചിരുന്ന ഭക്തരായ വൃദ്ധരും ദൈവഭക്തരായ സ്ത്രീകളും അവളുടെ വളർച്ചയിൽ പങ്കുചേർന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന നീതിമാനായ ശിമയോനും പ്രവാചകയായ ഹന്നയും പോലെയുള്ള ദൈവഭക്തർ അന്നത്തെ ദേവാലയ ജീവിതത്തിൻ്റെ പ്രതിനിധികളായിരുന്നു. സഭാപിതാക്കന്മാർ പറയുന്നത് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയെ നൂറ്റാണ്ടുകളിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യോവാക്യമിൻ്റെയും ഹന്നയുടെയും മകളായ മറിയം ദേവാലയത്തിൽ വളരുമ്പോൾ അവളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും ദൈവം തൻ്റെ വിശ്വസ്തരായ ദാസന്മാരെ ഉപയോഗിച്ചു. പ്രാർത്ഥനയുടെയും വിശുദ്ധ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്ന മറിയം ക്രമേണ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിക്കായി ഒരുക്കപ്പെടുകയായിരുന്നു. അതേസമയം മറ്റൊരിടത്ത് ദൈവം നീതിമാനായ യോസഫിനെയും ഒരുക്കിക്കൊണ്ടിരുന്നു. സെറൂഗിലെ യാക്കോബ് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യാദൃച്ഛികതയില്ല. ഓരോ വ്യക്തിയെയും ഓരോ സംഭവത്തെയും ദൈവം തൻ്റെ ജ്ഞാനത്തിൽ ക്രമീകരിക്കുന്നു. കന്യകയെ സംരക്ഷിക്കുവാൻ ഒരു നീതിമാനായ രക്ഷാധികാരി ആവശ്യമായിരുന്നു. അതിനായി ദൈവം യോസഫിനെ തിരഞ്ഞെടുത്തു. സുറിയാനി പിതാവ് അപ്രയും യോസഫിനെ മഹാരഹസ്യത്തിൻ്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. മറിയത്തിൻ്റെ വിശുദ്ധത സംരക്ഷിക്കുവാനും ദൈവപുത്രൻ്റെ അവതാര രഹസ്യത്തിന് സാക്ഷിയാകുവാനും ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചു. മറിയവും യോസഫും തമ്മിലുള്ള ബന്ധം സാധാരണ മനുഷ്യ പദ്ധതി അല്ലായിരുന്നു, അത് ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയുടെ ഭാഗമായിരുന്നു. കാലങ്ങളുടെ ആരംഭം മുതൽ കന്യകയിൽ നിന്ന് ജനിക്കുവാൻ കാത്തിരുന്ന ദൈവപുത്രൻ ഇപ്പോൾ തൻ്റെ അവതാരത്തിനുള്ള സമയം പൂർത്തിയായതായി കാണുന്നു. ദേവാലയത്തിൽ വളർന്ന വിശുദ്ധ കന്യകയും നീതിമാനായ യോസഫും ദൈവമൊരുക്കിയ രക്ഷാകര ചരിത്രത്തിൻ്റെ രണ്ട് പ്രധാന വ്യക്തികളായി ഒരുമിപ്പിക്കുന്നു. ഗ്രിഗോറിയോസ് ഫൊലോമോസ് പറയുന്നത് പോലെ ദൈവം മനുഷ്യനാകുവാൻ ലോകത്തെ ഒരുക്കിയതുപോലെ ലോകം ദൈവത്തെ സ്വീകരിക്കുവാൻ മറിയത്തെയും ഒരുക്കി. ആ ഒരുക്കത്തിൻ്റെ പൂർണ്ണതയിലാണ് ഗബ്രിയേലിൻ്റെ സുവിശേഷവും ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരവും സംഭവിക്കുന്നത്. അങ്ങനെ ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ വളർന്ന കന്യകയും നീതിയിൽ ജീവിച്ച യോസഫും ദൈവത്തിൻ്റെ സമയത്തിൽ ഒന്നിക്കുമ്പോൾ ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് വഴിയൊരുങ്ങുന്നു. മനുഷ്യരാശിയുടെ മോചനത്തിനായി, സർവ്വസൃഷ്ടിയുടെയും പുതുക്കലിനായി ദൈവപുത്രൻ പരിശുദ്ധ കന്യകമറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരം ധരിച്ച് ലോകത്തിലേക്ക് കടന്നു വരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ നിത്യസ്നേഹവും രക്ഷാകര പദ്ധതിയും ചരിത്രത്തിൽ വെളിപ്പെടുത്തുന്ന മഹാരഹസ്യവും.